ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് നമ്മുടെ ഡ്രൈനേജിൻ്റെ സിസ്റ്റം, അതായത് നമ്മുടെ സെപ്റ്റിക് കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്യുന്ന മെയിൻ പൈപ്പ് ഏതൊക്കെയാണ്, നമ്മൾ അതിൻ്റെ ഗേജ് കാര്യങ്ങളൊക്കെയാണ് നമ്മളിന്ന് പരിചയപ്പെടുന്നത്. നമ്മൾ മെയിനായിട്ട് ഉപയോഗിക്കുന്നത് 4 ഇഞ്ച് പൈപ്പാണ്. അതായത് 110 mm എന്ന് കറക്റ്റായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ടാകും. 110 mm എന്ന് പറയുന്നത് 4 ഇഞ്ച് പൈപ്പാണ് വരുന്നത്. 4 kg പൈപ്പാണ് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നത്. വീടുകൾക്കൊക്കെ വേണമെങ്കിൽ നമുക്ക് അത്യാവശ്യം 4 kg യൂസ് ചെയ്താൽ മതി. 4 kg തന്നെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള പൈപ്പ് തന്നെയാണ്. മാത്രമല്ല, ഇനിയിപ്പോൾ വണ്ടി കയറുന്ന സ്ഥലങ്ങളിലൊക്കെ ആണെങ്കിൽ വണ്ടി ക്രോസ് ചെയ്ത് കയറുന്ന സെപ്റ്റിക് ടാങ്കിൽ നിന്ന് കുഴികളിൽ വന്നിട്ട് കുഴിയിലേക്ക് വരുന്നത് വണ്ടി ക്രോസ് ചെയ്ത് കയറുന്ന സ്ഥലങ്ങളിലാണെങ്കിൽ മാത്രം വേണമെങ്കിൽ നമുക്ക് ഗേജ് കുറച്ചുകൂടി കൂട്ടാം. 6 kg അതുപോലെ തന്നെ 10 kg ആക്കാൻ പറ്റും. അപ്പം നമുക്ക് നോർമൽ ലെവലിൽ ഉപയോഗിക്കാനായിട്ട് 4 kg മതിയാവും. ഇനി അതിൻ്റെ ഫിറ്റിങ്സ് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം. ആദ്യമേ തന്നെ നമ്മൾ നോക്കുക, ഇത് 45 ഡിഗ്രിയിൽ വരുന്ന എൽബോ ആണ് വരുന്നത്. 45 എൽബോ എന്ന് അറിയണം. അതായത് ഇതിൻ്റെ ആകൃതി നിങ്ങൾക്ക് നോക്കി അറിയാൻ പറ്റും. കണ്ടോ, അതിൻ്റെ അതിനനുസരിച്ചിട്ടാണ് അതിന് പേര് കൊടുത്തിരിക്കുന്നത്. 110 mm എന്ന് വെച്ചാൽ 4 ഇഞ്ച് തന്നെ 45 ഡിഗ്രി എന്ന് കൊടുത്തതാണ്. അതായത് എൽബോ വരുന്നത് സാധാരണ വരുന്നത് 90 ഡിഗ്രിയാണ്. നമുക്ക് കറക്റ്റായിട്ട് പോകുന്നത്, അതായത് ഒരു കറക്റ്റ് ഒരു തിരിവിലേക്കല്ലാതെ ഒരു കോർണറിലേക്കോ ചെറുതായിട്ട് ചരിവുള്ള സ്ഥലങ്ങളിൽ നമ്മൾ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ലെവലിലാണ് നമുക്കത് കിട്ടുള്ളൂ. അതായത് 45 ഡിഗ്രിയിൽ വരുന്ന ചരിവുകളിൽ വരുന്ന ഫിറ്റിങ്സ് ഇടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ 45 കൊടുക്കുന്നത്. ഇതിനൊരു ഗുണം കൂടിയുണ്ട്, ബ്ലോക്ക് വരാനുള്ള ചാൻസസ് വളരെ കുറവാണ് എൽബോനെ അപേക്ഷിച്ച്. എൽബോ എന്ന് പറയുന്നത് ഇതാണ്, അതായത് 110 mm 4 ഇഞ്ചിൻ്റെ എൽബോ ആണ് കാണുന്നത്. എൽബോ നിങ്ങൾക്ക് കണ്ടോ, അത് 45 ഡിഗ്രി ആണെങ്കിൽ എൽബോ വരുന്നത് 90 ഡിഗ്രിയാണ് വരുന്നത്. 90 ഡിഗ്രി എന്ന് പറയുമ്പോൾ അതായത് നേരെ വരുന്ന ലെവലിൽ നിന്നാണ് വരുന്നത്. അതായത് എൽബോ ഇടുന്ന കുറച്ചുകൂടി ബ്ലോക്ക് വരാനുള്ള ചാൻസസ് കൂടുതലാണ്. അത് നേരെ വന്ന് ഇടിച്ചിട്ടാണ് പോകുന്നത്. പക്ഷേ 45 എന്ന് പറയുന്ന സമയത്ത് ഒരു ഒഴുക്കിൻ്റെ ലെവലിലാണ് ആ ഫീൽ ചെയ്ത് പോകുന്നത്. ഇത് കണ്ട 110 തന്നെ mm 90 ഡിഗ്രി 4 kg എന്ന് കണ്ടോ. അതായത് 4 kg അതിൻ്റെ കനമാണ് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ പൈപ്പിൽ കാണുന്ന പോലെ തന്നെ കനം കൂടിയാണ് കൊടുത്തിരിക്കുന്നത്. അതുമാതിരി തന്നെ നമ്മൾ അടുത്ത ഫിറ്റിങ്സ് വരുന്നത് ബെൻഡ് വരുന്നുണ്ട്, ടീ വരുന്നുണ്ട്, ഡോർ എൽബോ വരുന്നുണ്ട്, അതുപോലെ തന്നെ ഡോർ ടീ വരുന്നുണ്ട്, പിന്നെ അതുപോലെ തന്നെ റെഡ്യൂസറുകൾ വരുന്നുണ്ട്. അങ്ങനെ 4-5 ഫിറ്റിങ്സുകൾ കൂടുതൽ യൂസ് ചെയ്യുന്നത് നമ്മൾ ഡ്രൈനേജ് സിസ്റ്റത്തിന് വേണ്ടിയിട്ടാണ്. ഡ്രൈനേജസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സെപ്റ്റി ടാങ്കിൽ നിന്നും, അതായത് ക്ലോസറ്റിൽ നിന്നും സെപ്റ്റി ടാങ്കിലേക്ക് കണക്ട് ചെയ്യുന്നത്, പിന്നെ അതിൻ്റെ എയർ, പിന്നെ നമ്മൾ സാധാരണ ഇപ്പോൾ യൂസ് ചെയ്യുന്നത് നമ്മൾ നമ്മുടെ ഡ്രസ് വർക്കിൽ നിന്നും വെള്ളം കളയാനായിട്ട്, നമുക്ക് വെള്ളം കാര്യങ്ങളൊക്കെ പുറത്തേക്ക്, അതായത് ഏറ്റവും താഴെ കളയാനായിട്ട് 4 ഇഞ്ച് പൈപ്പ് അല്ലെങ്കിൽ 3 ഇഞ്ച് പൈപ്പ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇതാണ് 4 ഇഞ്ച് ബെൻഡ് വരുന്നത്. 4 ഇഞ്ച് ബെൻഡാണ് എൻ്റെ അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ ഡ്രൈനേജ് സിസ്റ്റത്തിന് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യേണ്ടത് 45 ബെൻഡും ആയിരിക്കണം. എൽബോ അധികം ഉപയോഗിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ബെൻഡിൻ്റെ ആകൃതി തന്നെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാക്കണ്ടോ, ഒരു ഒഴുക്ക് രീതിയിലാണ്. അതായത് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ഒരു തടസ്സമില്ലാത്തൊരു വളരെ സിമ്പിളായിട്ട് ഒഴുകി പോകുന്ന രീതിയിലാണ് ആ ബെൻഡിൻ്റെ അവസ്ഥ കൊടുത്തത്. ഈ ബെൻഡ് എൽബോ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാക്കണ്ട, ഒന്നതിന് ശേഷം ഒന്ന് ഇടിച്ച് നിന്നതിന് ശേഷമാണ് അവിടെ താഴേക്ക് പോകുന്നത്. പക്ഷേ ആ ബെൻഡ് എന്ന് പറയുന്നത് അതിൻ്റെ പൊസിഷൻ കറക്റ്റ് അതേ ലെവലിലാണ് പോകുന്നത്. ബെൻഡ് എന്ന് പറയുന്നത് നമ്മൾ സാധാരണ PVC പൈപ്പ് തന്നെ, PVC പൈപ്പ് അത് ചൂടാക്കി വളച്ചിട്ട് അതിന് കപ്ലിംഗ് അടിച്ചിട്ടാണ് വരുന്നത്. അപ്പോൾ നമ്മൾ എൽബോ എന്ന് പറയുന്നത് ഫിറ്റിങ്സ് മോൾഡ് ചെയ്തെടുക്കുന്നതാണ്. PVC പൈപ്പിലല്ല ചെയ്യുന്നത്. അത് അതിൻ്റെ മെറ്റീരിയൽസ് PVC മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. അത് ഫിറ്റിങ്സ് ആണ്, ഹാർഡ് മെറ്റീരിയലാണ് വരുന്നത്. പക്ഷേ നമ്മൾ ബെൻഡ് എന്ന് പറയുന്നത് നമുക്കത് PVC പൈപ്പ് തന്നെ ചൂടാക്കി വളച്ചതിന് ശേഷമാണ് ചെയ്തെടുക്കുന്നത്. അതായത് നമ്മുടെ 4 ഇഞ്ച് പൈപ്പ് തന്നെയാണ് ഈ ബെൻഡിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഹലോ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് 4 ഇഞ്ച് ഫിറ്റിങ്സിനെ കുറിച്ചിട്ടും, അതായത് ഏത് പൈപ്പാണ് ഉപയോഗിക്കേണ്ടത് എന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി ഇതിനെക്കുറിച്ചിട്ട് നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന പ്ലംബിംഗ് ലൈനെ കുറിച്ചിട്ടോ അത് ഏത് ഫിറ്റിങ്സ് ആണ് ഉപയോഗിക്കണതെന്ന് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് അറിയണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. നമുക്ക് അതിനെക്കുറിച്ചിട്ട് വീഡിയോ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മടിക്കരുത്, ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. കൂടുതൽ ആളുകൾ എനിക്ക് തോന്നുന്നു വീഡിയോസ് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് കൂടി ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് ഇതുപോലുള്ള വീഡിയോസ് ചെയ്യാനുള്ളൊരു മോട്ടിവേഷൻ ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കാം ഫ്രണ്ട്സ്, ലൈക്ക് കൂടി ചെയ്തേക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.